ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് മൊയിലാഞ്ചി ഉണ്ടാക്കുന്നതാണ്. ചായപ്പൊടി, പഞ്ചസാര, ജീരകം ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മളിന്ന് മൊയിലാഞ്ചി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മൂന്നും മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് 3 പാത്രങ്ങൾ വേണം, ഒരു 3 സാധനങ്ങൾ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പെയിൻറ്റിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഗ്ലാസ് പോലുള്ള മറ്റേതെങ്കിലും പാത്രങ്ങൾ വെക്കാം. അതിൻ്റെ മുകളിലായി ഒരു ചെറിയ പാത്രം, അതിൻ്റെ മുകളിൽ വെള്ളം വെക്കുക. അധികം തീയൊന്നും വേണ്ട, കുറച്ച് തീ. വെള്ളം തിളക്കുന്നുണ്ടോ നോക്കണം, കഴിഞ്ഞിട്ടൊന്നും നോക്കണ്ട, ശ്രദ്ധിച്ച് മാത്രം ഉപയോഗിക്കുക. വെള്ളം തിളച്ച് നല്ല കുമ്പളയാകുമ്പോൾ മൊയിലാഞ്ചി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുണ്ട് ഗൈസ് മിക്സ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ രീതിയിലാണ് നമ്മൾ മൊയിലാഞ്ചി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളതൊന്നും എടുത്തിട്ട് നമ്മൾ വെറും ചായപ്പൊടി, പഞ്ചസാര, ജീരകം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്യാം. വെള്ളം തിളച്ചിട്ടൊന്നുമില്ല, ആകും. നമുക്ക് ആകുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കാം ഗൈസ്. ടിന്നും പിന്നെ കത്തിയൻ്റെ പുകയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയ തീ വേണ്ടു, കുറച്ച് നല്ല വലിയ തീ വേണം. അധികം തീയൊന്നും വേണ്ട, കുറച്ച് തീയേ വേണ്ടു, അല്ലെങ്കിൽ ടിന്ന് കത്തിപ്പോകുന്നതായി. ഇപ്പം എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നമ്മൾ വൈകി കാണിച്ചു തരും കേട്ടോ. നമ്മൾ വെയിറ്റുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൊയിലാഞ്ചി ഇപ്പം റെഡിയാവും. ഞാൻ പറഞ്ഞു ഗ്യാസിലും ആക്കാം കേട്ടോ. ആവി വന്നിട്ടുണ്ട്, അങ്ങനെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നമ്മൾ മൊയിലാഞ്ചി ഒടുക്കത്തൊക്കെ അത്രയും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തുള്ളിയാണെങ്കിൽ അത് എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ മൊയിലാഞ്ചി എടുത്തുള്ളൂ. അപ്പോൾ രണ്ടാമതും കൂടി ആക്കാണ്ട് അപ്പം അതെടുക്കുന്നത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാണിച്ചു തരാം. ഇത്രയും നമുക്കൊരു തുള്ളിയൊക്കെ ഇട്ടിട്ട് മൈദ കലക്കണം കേട്ടോ. ഞാൻ ലാസ്റ്റ് വീഡിയോ അവരെ ആക്കുന്നത് ഗൈസ്. നമ്മൾ രണ്ടാമതും ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ രണ്ടാമതും ആക്കിക്കൊണ്ടിരിക്കുന്നില്ല. ഇവിടേക്ക് പോയാൽ നമുക്ക് ബോട്ടിലിട്ടത്. അപ്പോൾ നമ്മൾ തേയില കുടിച്ച് തീർത്താണ് ഗൈസ്. അപ്പോൾ നമ്മൾ തേയില കുടിക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റ് കേട്ടോ. മൊയിലാഞ്ചി ആക്കുന്ന സമയത്ത് പാത്രത്തിൽ നമ്മൾ തേയില കുടിച്ചിരിക്കും. ഇത്ര തുള്ളിയാണ് നമുക്ക് കിട്ടിയത് ഗൈസ്. ഇത്ര തുള്ളി ഒരാക്കലിന് നീരാവിയായിട്ട് അതിൻ്റെ വെള്ളം അതിലോട്ടൊറ്റും പാകം അത് ഒറ്റിയിട്ടുണ്ട്. അപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ മൊയിലാഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുകയാണ്. തുള്ളി നമുക്ക് കിട്ടിയിട്ടോ. റിസൾട്ട് ഞാൻ പറഞ്ഞു തരാം. 3 വട്ടം ഇട്ടതിൻ്റെ റിസൾട്ടാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത്രയുള്ളൂ. ബൈ ബൈ.